നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി വരുന്നതിന് മുൻപ് സന്ധ്യാസമയങ്ങളിൽ ക്ഷേത്രമുറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ആയിരുന്നിരിക്കണം. പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ എനിക്ക് തോന്നിയ ചില തോട്ട്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം ക്ഷേത്രത്തിലെ വിളക്ക് മാത്രം, ആളുകളുടെ തിരക്ക്, അങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ക്ഷേത്രം ഏതാണെന്ന്. ഇനിയും മനസ്സിലാകാത്തവർക്ക് ഒരു ക്ലൂ തരാം. ജെയിൻ ടെമ്പിൾസിലല്ലാതെ പ്രാവുകൾക്കും പ്രാവിൻ കൂടിനുമൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് നൽകുന്ന വേറൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർപ്പത്താന്മാരും അവരുടെ തൊട്ടടുത്തായിട്ട് വളർന്നു നിൽക്കുന്ന നാഗലിംഗ മരവും സന്ധ്യയ്ക്ക് സർവ്വ ഐശ്വര്യത്തിനായി വിളക്ക് തെളിക്കുന്ന മംഗമാരും സർവ്വദോഷ വിഘ്നങ്ങൾ അകറ്റാനായി നാളികേരം മുടയ്ക്കുന്ന ഭക്തജനങ്ങളും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇനിയും മനസ്സിലായില്ലേ, ഈ ക്ഷേത്രം എറണാകുളത്തെ പ്രശസ്തമായ ഇടപ്പള്ളി ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ഇവിടുത്തെ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. മോർണിംഗ് 5 AM to 7:30 വരെയും ഈവനിങ് 5 to 8 PM വരെയാണ് ഇവിടെ ക്ഷേത്ര നട തുറന്നിരിക്കുന്നത്. ആരോ കഴിച്ച പുഷ്പാഞ്ജലിയിലെ ബാക്കി വന്ന ചന്ദനം എടുത്ത് നെറ്റിയിൽ ചേർത്തേണ്ട അവസ്ഥ. വൈകുന്നേരം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇത് പതിവാണ് കേട്ടോ. എങ്കിലും എൻ്റെ ഗണപതിയപ്പ, ആ ശ്രീകോവിലിനകത്തു നിന്നും ഇത്തിരി പരിപാവനമായ ചന്ദനം കിട്ടാനുള്ള അർഹത ഞങ്ങൾക്കും ഇല്ലേ? രാവിലെ എന്നോ വൈകുന്നേരമെന്നോ ഇല്ലാതെ പുതിയ വാഹനങ്ങൾ പൂജിക്കാനെത്തുന്നവരുടെ തിരക്ക്. ഇവിടുത്തെ പ്രധാന വഴിപാടായ അപ്പവും അടയും ഒക്കെ കിട്ടണമെങ്കിൽ മിനിമം 1 മാസം മുന്നെയെങ്കിലും ബുക്ക് ചെയ്യണം. അങ്ങനെ വാഹനങ്ങൾ പൂജ കഴിഞ്ഞ് ഉടമസ്ഥർ അതും കൊണ്ടുപോയി ഞാൻ എൻ്റെ സ്വന്തം ഊബർ ഓട്ടോയിലും തിരിച്ചുപോയി.